വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിലെ എപ്പിസോഡ് 5 കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ബഹളം വെച്ചിട്ടുള്ള മാപ്പ് പറച്ചിൽ, ലവ് ട്രാക്കുകൾ ഇപ്പോഴേ തുടങ്ങുന്നു. അതുമാത്രമല്ല അടി പിടി ബഹളം, മാപ്പ് പറച്ചിൽ, ഫേക്ക് സ്റ്റോറികൾ, എന്തൊക്കെ കാര്യങ്ങളാണ്. നിങ്ങൾ ഇതെങ്ങനെ വലതും അറിയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒരു ചെറിയ ചെറിയ പാട്ടുകളിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ റോക്കി ചേട്ടൻ്റെ കഥയെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇന്നലെ റോക്കി ചേട്ടൻ്റെ കഥ സ്റ്റോറി പറയാൻ പറഞ്ഞപ്പോൾ റോക്കി ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പക്ഷെ ഞാൻ നല്ലതായിട്ട് ഓർക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ വീട്, എൻ്റെ ബാത്റൂം ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എൻ്റെ റൂം ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്. റോക്കി എന്ന് പേരുള്ള ചിലപ്പോൾ കാണാം, പക്ഷെ അതല്ല അവിടുത്തെ ചോദ്യം. നിങ്ങളുടെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതിന് പകരം അവിടെ എന്താ സംഭവിച്ചത്? വീട്ടിലെ കാര്യങ്ങളും എനിക്ക് വീട്ടിൽ ഇത്ര ബൈക്കുണ്ട് ഇത്ര കാറുണ്ടെന്നൊന്നും അല്ല അവരാരും പറയാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇത്രയും പേര് പറഞ്ഞവരൊക്കെ എന്തോ മണ്ടന്മാരാണോ? അവരുടെ വീട്ടിലും ബൈക്കും കാറും ഒക്കെ ഓഫ്കോഴ്സ് കാണത്തില്ലേ? അവരും അതൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. രതീഷ് ചേട്ടൻ ഇന്നലെ അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണോ അവിടെ പൊമ്മച്ച് പറഞ്ഞതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അവിടെ ഇരുന്ന് ഇത്രയും പേർക്കും കോമഡി ആയിട്ടാണ് വന്നത്, നല്ല ചിരിയാണ് വന്നത്. സത്യത്തിൽ ബാക്കിയുള്ളവർക്ക് ചിരി വന്നത് കുറെ പൊങ്ങച്ച പഠിക്കുന്ന പോലെ തോന്നി. എൻ്റെ വീട് ഇത്രയുണ്ട്, എൻ്റെ ബാത്റൂം ഇത്രയുണ്ട്, എൻ്റെ ഇതൊക്കെ ഇത്രയുണ്ട്, അങ്ങനത്തെ ഉള്ള അതായത് നമ്മുടെ സ്റ്റോറി പറയുമ്പോൾ നമ്മൾ ഏതവസ്ഥയിൽ തോന്നുന്നു, നമ്മൾ എങ്ങനെയാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് പറയണത്. ഇവിടെ എന്താ പറഞ്ഞത്? നമ്മുടെ വീട് ഇത്രയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അതിനോട് രതീഷേട്ടൻ പറഞ്ഞ ഒരു നിലപാട് തന്നെ എനിക്കും തോന്നിയത്. ഞാൻ രതീഷേട്ടനെ സപ്പോർട്ട് ചെയ്തല്ല പറയുന്നത്. എനിക്ക് അവിടെ രതീഷേട്ടൻ ചെയ്തത് തന്നെയാണ് ശരിയെന്നാണ് എനിക്ക് തോന്നിയത്. ചിലപ്പം ഈ റോക്കി ചേട്ടൻ്റെ വീഡിയോ മേ ബി കാണും, പക്ഷെ അതല്ല അവിടുത്തെ ചോദ്യം. നമ്മുടെ കഥ പറയാൻ പറഞ്ഞാൽ കഥയാണ് പറയേണ്ടത്, അല്ലാതെ ഇതുപോലത്തുള്ള കാര്യങ്ങളല്ല പറയേണ്ടത്. പിന്നെ ഫാദർ ഇതുപോലെ ബിസിനസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാ. പക്ഷേ ഇതുപോലത്തുള്ള ഈ വീട്ടിൻ്റെയും എനിക്ക് ഇത്ര ബൈക്കുകളുണ്ട്, ഞാൻ തിരുവനന്തപുരത്തെ ഷോറൂമിൽ നിന്ന് എടുത്തു, ഞാൻ ആദ്യമായിട്ട് ഷോറൂമിൽ നിന്ന് എടുത്തു, അങ്ങനെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അതൊക്കെ കുറച്ച് യൂസ്ലെസ് ആയി പോയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വിചാരിച്ചാൽ പറയാൻ മടിക്കണ്ട. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മുടെ രതീഷ് ചേട്ടന് എപ്പോഴും ഉള്ളതാണ് നമ്മുടെ ശ്രീരേഖ ചേച്ചി കളിയാക്കൽ. എപ്പോഴും ഉള്ള ഒരു പരിപാടിയാണ്. ഇന്നലെയും ഇതുപോലെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും കളിയാക്കലും പാട്ടുപാടലും ആക്ഷൻ കാണിപ്പും ഒക്കെ ഞാനാണെങ്കിൽ എന്തെങ്കിലും എടുത്ത് തലവണ്ടയ്ക്ക് അടിച്ച് പൊട്ടിച്ചിരുന്നു. പക്ഷെ ബിഗ് ബോസ് എന്നുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആയതുകൊണ്ട് പിന്നെ അത് പറ്റത്തില്ലല്ലോ. എന്നാലും ഇങ്ങനെ എന്തൊരു ഇറിറ്റേറ്റിംഗ് ആണ് അല്ലേ? എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയത്തില്ല. ആ ശ്രീരേഖ ചേച്ചി എടുത്ത് മാത്രം ചേച്ചി എന്ത് പറഞ്ഞാലും അതിന് കോമാളി കളിക്കലും പിന്നെ കളിയാക്കലും ചിലപ്പം സ്ക്രീൻ സ്പേസിന് വേണ്ടി ആയിരിക്കാം മേ ബി. പക്ഷെ എന്നാലും ഒരു പരിധിയില്ല. കുറച്ച് ദിവസം മുമ്പ് ഇവർ പറഞ്ഞു എൻ്റെ വീട്ടിലുള്ളവർക്ക് സങ്കടമാവും, ഇങ്ങനെ ഹഗ് ചെയ്യുന്നത് കണ്ട് എൻ്റെ വീട്ടിലുള്ള വൈഫിന് സങ്കടമാവും, അവർക്ക് സങ്കടമാവും, ഇവർക്ക് സങ്കടമാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് സങ്കടമാവത്തില്ല. ഇതുപോലെ കോമാളിത്തരം കാണിക്കുമ്പോൾ സങ്കടമാവത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഗെയിം പ്ലാൻ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. അന്ന് കരഞ്ഞതും ഗെയിം പ്ലാൻ ആണെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പം ശ്രീരേഖ ചേച്ചിയോട് എപ്പോഴും അങ്ങനെ കാണിക്കുന്നത് കൊണ്ട് എനിക്കെന്തോ ഒരു വല്ലാതെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിച്ച് പറഞ്ഞപ്പോൾ കറക്റ്റ് ഇരുന്നു. എന്താ ചിലപ്പം ശ്രീരേഖ ചേച്ചി പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കുക, ആണുങ്ങൾ പറഞ്ഞപ്പോൾ മിണ്ടുവാണെന്ന് പോലെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവിടെ തിരിച്ച് പറഞ്ഞു, ബെല്ലടിച്ചിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷെ എനിക്കതിനോട് ഒട്ടും യോജിപ്പില്ല. പിന്നെ ആയാലും ശ്രീരേഖ ചേച്ചി എടുത്ത് പുറത്തു കൊണ്ടുപോയി ചായ കൊടുത്തപ്പോഴായാലും ശ്രീരേഖ ചേച്ചി എടുത്ത് ഒട്ടും നല്ലതായിട്ടല്ല അദ്ദേഹം പെരുമാറിയത് എന്നാണ് എനിക്ക് പേഴ്സണൽ തോന്നുന്നത്. ചേച്ചിയാണ് എല്ലാവരും മിക്കവരും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. രതീഷ്, റോക്കി, ഋഷി അങ്ങനത്തെ ഉള്ള കുറച്ച് പേരൊക്കെ ചേച്ചി തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, ഇനിയിപ്പം കണ്ടറിയാമല്ലേ. അടുത്തെന്ന് വിചാരിച്ചാൽ ഗബ്രി ആണെങ്കിൽ ചില സമയത്ത് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. അതുപോലെ നമ്മുടെ നൂറ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗബ്രിയുടെ പവർ വെച്ചിട്ട് ഗബ്രി പറഞ്ഞിട്ടൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. ഒരാൾ എന്നിട്ട് പറയുന്നുണ്ട്, നൂറ പറയുന്നുണ്ട് 2 ദോശയേ ഉള്ളൂ, ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് കളിയാക്കി പറഞ്ഞാലും ശരി, അപ്പോഴേ പറയണമായിരുന്നു. പിന്നെ വിഷമമായി കരച്ചിലായി. ഗബ്രി ആ ഒരു പവർ വെച്ചിട്ട് മിസ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ചിലയിടത്ത് മാത്രം, ചിലവരെ പക്ഷപാതം കാണിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം നൂറായിട്ട് എപ്പോഴും വഴക്കാണ് ഗബ്രി. വെറുതെ ആ നൂറ് അവിടെ പോയി ഇരിക്കുമ്പോൾ അത് ഇത് മറ്റേത് തേങ്ങയെന്ന് പറഞ്ഞ് ചുമ്മാ അടി ഉണ്ടാക്കാൻ പോകും. എനിക്കൊന്നും ചിലപ്പോൾ ഗബ്രി സ്ക്രീൻ സ്പേസ് തേടുന്നതായിരിക്കാം. ഈ മിണ്ടാത്തവരടുത്ത് പോയി മിണ്ടുമ്പോഴാണ് സ്ക്രീൻ സ്പേസ് തേടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ അൻഷിബ എടുത്ത് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനത്തെ ഉള്ള കുറച്ച് പേരെടുത്ത് മാത്രം ഗബ്രി അവരെ മാത്രം ഒന്ന് ചെയിൻ പോലെ നോക്കിയിട്ട് അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിനുശേഷം എന്ന് വിചാരിച്ചാൽ പിന്നെ നൂറ് നല്ല മറുപടി കൊടുത്തെങ്കിലും രാത്രി വന്ന് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി വന്ന് ബാത്റൂമിൽ വന്ന് സോറി പറയുന്നത് കേട്ടു.
പക്ഷേ ഇത്ര നമ്മൾ പറയത്തില്ലേ, വരുന്ന എല്ലാം ഇത്രയും പറഞ്ഞിട്ട് പിന്നെ എന്തോ സോറി പറഞ്ഞിട്ട് എന്തോ കാര്യമേ അല്ലേ? വായി വരുന്ന ഇത്രയും പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് സോറി പറഞ്ഞാൽ എന്താ കാര്യം? പുറത്തെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി പറയോ, പിന്നെ വന്ന് സോറി പറയോ? ഇതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല സത്യം പറഞ്ഞാൽ. അടുത്തെന്ന് വിചാരിച്ചാൽ കുറേ പേർക്ക് ഡൗട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജാസ്മിൻ ചേച്ചിയും ഗബ്രി ചേട്ടനും തമ്മിൽ ലവ് ട്രാക്ക് ആണോ എന്ന്. കാര്യം അവർ 3 മണിക്ക് 4 മണി എന്നൊക്കെ പറഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ പിന്നെ അത് ലവ് ട്രാക്ക് ആണെന്ന് ഇപ്പോഴേ പറയാൻ പറ്റില്ല. കാര്യം ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുള്ളൂ. ഇതിലും കൂടുതൽ അറ്റാച്ച്മെന്റ് ആയിട്ട് സംസാരിക്കുന്ന എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. ഫ്രണ്ട്സ് ആണെന്ന് തോന്നിയിട്ടുള്ളത്. ഫ്രണ്ട്സ് ഇതിലും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്, ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ നമുക്കിങ്ങനെ ഒരാണും പെണ്ണും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ലവ് ട്രാക്ക് ആണെന്ന് തോന്നി ചിലവരുടെ ഒരു മൈൻഡ് ആയിരിക്കാം മേ ബി. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നില്ല, ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ അവിടെ ഗബ്രി ചേട്ടൻ പറഞ്ഞു നമ്മുടെ ട്രാക്ക് എല്ലാം ഓക്കെയാണ്, പക്ഷെ എനിക്ക് പ്രേമത്തിനോട് താല്പര്യമില്ലെന്ന് ഗബ്രി ചേട്ടൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രേമമായാൽ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗബ്രി ചേട്ടൻ. അതിന് എന്തിനാണെന്ന് അറിയത്തില്ല. ഇതുവരെ അവര് പ്രേമത്തിലല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ജസ്മിൻ ചേച്ചി എല്ലായിടത്തും നല്ല ഫ്രണ്ട്ലിയാണ്. ഗബ്രി ചേട്ടൻ്റെ അടുത്താണെങ്കിൽ കുറച്ചും കൂടെ ഒരു അറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്നു. അല്ലാതെ ലവ് ട്രാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്തില്ല എന്നാണ് എനിക്കൊരു പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ചെയ്താലും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇന്നത്തെ മനുഷ്യനല്ലല്ലോ നാളത്തെ മനുഷ്യൻ. അടുത്തതെന്ന് വിചാരിച്ചാൽ നമ്മുടെ രതീഷ് ചേട്ടൻ്റെ കാര്യം തന്നെയാണ് പിന്നെയും പറയാനുള്ളത്. രതീഷ് ചേട്ടൻ്റെ ഈ അലറി കൂവിയിട്ടുള്ള സോറി പറച്ചില്ല. എന്തൊരു സോറി പറച്ചില്ല. എനിക്ക് തന്നെ അത് കേട്ടിട്ട് ഒരു വരാതെ തോന്നി. പിന്നെ ഏത്തമിടലായി അതിടലായി ഇതൊക്കെ ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ടാസ്കിനകത്ത് ഓരോരുത്തരുടെ കാര്യങ്ങളിനകത്ത് തെറ്റായിട്ടുള്ള എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് റോക്കി ചേട്ടനോ അപ്സര ചേച്ചിയും കൂടെ തമ്മിലുള്ള ഒരു പ്രശ്നം. അതിൻ്റെ ഇടയ്ക്ക് രതീഷ് ചേട്ടൻ വന്ന് ചുമ്മാ അപ്സര ചേച്ചിയെ ഒരുമാതിരി ഇറിറ്റേറ്റ് ചെയ്യുന്ന ഈ രതീഷ് ചേട്ടൻ ഇത് തന്നെ പണിന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര ഇറിറ്റേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു 100 വട്ടത്തിൽ കൂടുതൽ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിനെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അല്ലാതെ പിന്നെ എന്തോത്തിനായിരിക്കും ചെയ്യുന്നതല്ലേ? എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നിങ്ങൾ അപ്സര ചേച്ചി കരഞ്ഞുകൊണ്ട് പോയത് സത്യത്തെ അപ്സര ചേച്ചി പറഞ്ഞതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇവിടെ റോക്കി ചേട്ടൻ പറഞ്ഞതാണ് തെറ്റ്. ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞാൽ അത് ഫേക്ക് ആണോ? അണ്ണ അങ്ങനെ പറയാനൊരു കാര്യമുണ്ട്. ചിലപ്പോൾ അണ്ണൻ പറഞ്ഞ സ്റ്റോറി ചിലപ്പോൾ കളവായിരിക്കും. ഈ റോക്കി എന്ന് പറഞ്ഞ ഈ വ്യക്തി പറഞ്ഞ കാര്യം ചിലപ്പോൾ തെറ്റായിരിക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൊങ്ങച്ച പറഞ്ഞതായിരിക്കാം മേ ബി. അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നത്. അല്ലാതെ പിന്നെ എന്തുവാ ബാക്കിയുള്ള കാര്യത്തിൽ ചുമ്മാ അതെങ്ങനെ ആ ഗെയിം എങ്ങനെ തന്നു എന്ന് മനസ്സിലാക്കാതെ ചുമ്മാ ഏതെങ്കിലും പെണ്ണുങ്ങളെടുത്ത് പോയി അങ്ങ് വഴക്കുണ്ടാക്കാറില്ല. അതുപോലെ തന്നെ അതിന് മുമ്പെടുത്തതിൻ്റെ എപ്പിസോഡിനകത്ത് ജാസ്മിൻ ചേച്ചിയെ കുറിച്ച് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ അത് വളരെ മോശമായി പോയി എന്നാണ്. ഒരാളുടെ വ്യക്തിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഇമോഷണലി ചിലവരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ പെട്ടെന്ന് കൊള്ളും. എൻ്റെ ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. ആ വീക്ക് പോയിന്റ് കയറി ഇതാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ നിർത്തുന്ന കാര്യം എനിക്ക് തന്നെ സത്യത്തെ അറിയത്തില്ല. അതുപോലെ ഓരോരുത്തർക്കും ഓരോ വീക്ക് പോയിന്റ് ഉണ്ട്. ചേച്ചി കുറച്ചും കൂടി ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ ചേച്ചിയുടെ വീക്ക് പോയിന്റിൽ കയറി റോക്കി ഇതാക്കി, അതുകൊണ്ട് അവിടെ അടിയുണ്ടായി. ഇപ്പം ആ എപ്പിസോഡിലെ കാര്യം പറയണ്ടായിരുന്നു, എന്നാലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതുപോലാണ് ചേട്ടൻ നൂറ് ചേച്ചിയുടെ ഫാമിലിയുടെ കാര്യം പറഞ്ഞു. ചേച്ചി ഇമോഷണലി ചേച്ചിയുടെ ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു വഴക്കിൻ്റെ ഇടയ്ക്ക് അത് പിടിച്ചിട്ടു. അത് വളരെയധികം തെറ്റായി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാര്യം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതിൻ്റെ യഥാർത്ഥ പേര് പറഞ്ഞ് നീ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞത് വളരെ മോശമായി പോയി. ആ വീട്ടിലുള്ളവർക്ക് തോന്നിക്കാണും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, ഇപ്പോൾ ജാസ്മിൻ ചേച്ചി നൂറ ചേച്ചിയുടെ ഫ്രണ്ടാണ്. നൂറിനും ജാസ്മിൻ ചേച്ചിയും കൂടെ നല്ല ഫ്രണ്ട്സാണ്. പക്ഷേ ഈ ഗബ്രി ചേട്ടനും നൂറയും കൂടെ ഉള്ള അടിയിൽ ചേച്ചി ഇടപെട്ടിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല. ഇനി അതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ ഗബ്രി അടി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ജാസ്മിൻ ചേച്ചി കയറാറില്ല. ചിന്തിച്ചാൽ തെറ്റുമില്ല എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഫാമിലി ഇമോഷണലി ഇതാക്കിയതായാലും അത് അത്ര ശരിയല്ല. അതിനകത്ത് കുറേ പേര് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അവരവരുടെ കഥകൾ കേട്ടിട്ട് അവരെ അതിനകത്തിട്ട് ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുവാണ്, ഇല്ലെങ്കിൽ അവരെ അതിനകത്ത് വിട്ടിട്ട് പൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുവാന്ന് തന്നെ പറയാം. അത്ര മാത്രമേ ഉള്ളൂ. അടുത്തതെന്ന് വിചാരിച്ചാൽ സിജോ ചേട്ടനും റിൻഡോയും കൂടെ തമ്മിലുള്ള മുട്ടനടിയായിരുന്നു. ഇന്നും ആ എപ്പിസോഡ് ഇപ്പോഴും ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോഴും കണ്ടിട്ട് വന്നതേ ഉള്ളായിരുന്നു ഇന്ന് രാത്രിയിൽ, എന്ന് വെച്ചാൽ 6ാമത്തെ ദിവസത്തിലെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മുടെ സിജോ ചേട്ടനും റിൻഡോയും കൂടെ തമ്മിലുള്ള എന്തൊരു മുട്ടൻ വഴക്ക് മാത്രമോ കമ്മ്യൂണിറ്റിയെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പക്ഷം ചില സ്ക്രീൻ സ്പേസ്
കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ സിജോ ചേട്ടൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഇങ്ങനെ പറഞ്ഞത്. റിങ്കി ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അല്ല ഈ ജാൻമണി ചേച്ചിയുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്ന് അവളുടെ അടുത്ത് ആ ചേച്ചിയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് എങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്ക് ഇനി ലാലേട്ടൻ വരുമ്പോൾ ചിലപ്പോൾ എപ്പിസോഡ് കാണിച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇതിനകത്ത് ആരാ കള്ളം പറഞ്ഞ സത്യം പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമുക്ക് അറിയാമല്ലോ. എന്നാലും സിജോ ചേട്ടൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി പോയി എന്ന് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റും. എല്ലായിടത്തും കൂടെ പറഞ്ഞെങ്കിൽ ഓക്കെ, പക്ഷേ ജാൻമണി ചേച്ചി അടുത്ത് മാത്രം പേഴ്സണലി പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സിജോ ചേട്ടനോട് സാറല്ലേ, അതുകൊണ്ടും കൂടെ വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെയാണ് ഇന്നലെ ഈ പവർ ടീമിന് ഫുഡ് മേടിക്കുന്നതിൻ്റെ കാര്യത്തിൽ പവർ ടീമിന് മാത്രം ഒരു ഇതുണ്ടായിരുന്നു. ഫുഡ് നമുക്ക് മേടിക്കാം, പക്ഷെ പവർ ടീമിന് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ഉള്ളത്. അപ്പോൾ ജാൻമണി ചേച്ചിക്ക് മലയാളം അറിയത്തില്ല, ചേച്ചി ഇവിടെ വന്ന് പഠിച്ചിട്ടില്ല, ആ സമയത്ത് വന്ന് പഠിച്ചതുകൊണ്ടാണ് മലയാളം അറിയത്തില്ല. അപ്പം ഗബ്രി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അതെനിക്കൊന്ന് റീഡ് ചെയ്ത് തരണമെന്ന്. പക്ഷെ ഗബ്രി ചേട്ടൻ അത് ചെയ്തില്ല. ഇത്രയും പേര് എന്തോ ചെയ്തു, ഇവരെല്ലാം കൂടെ ഒരു കൂട്ടമായിട്ട് ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറഞ്ഞു. പക്ഷേ ജാൻമണി ചേച്ചി എടുത്ത് അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അത് വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം എന്ന് വിചാരിച്ചാൽ ഇത്രയും പേരുണ്ടെങ്കിൽ ഇത്രയും പേർക്ക് പുള്ളിക്ക് മലയാളം അറിയത്തില്ല, മലയാളം അറിയാമെങ്കിൽ ചേച്ചിയും കൂടെ പറഞ്ഞേ. അത് റെഡി ചെയ്ത് തന്നാലേ പുള്ളിക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. പുള്ളിക്ക് ഇഷ്ടമുള്ള ഒന്നും ഇല്ലായിരുന്നു, പുള്ളിക്ക് ഇഷ്ടമുള്ള കുറേ ഉണ്ടായിരുന്നു, പക്ഷെ മനസ്സിലാവണ്ടേ, കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ എന്നുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്തൊരു ബഹളമല്ലേ ഈ ബിഗ് ബോസിനകത്ത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ എപ്പിസോഡ് ഞാൻ പറഞ്ഞില്ലേ പൊളിക്കും, ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ്. ഈ എപ്പിസോഡ് നല്ല രീതിയിൽ പൊളിക്കും. ഇനി ഒന്നൊന്നര ആഴ്ച കൂടെ കഴിയുമ്പോൾ എന്തുമായിരിക്കും എൻ്റെ ദൈവമേ, എനിക്കത് ചിന്തിക്കാൻ കൂടി വയ്യ. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടെ അമർത്തി കൊള്ളാറുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ ബൈ.